ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ആർക്കിടെക്ചറാണ്. എന്താണ് ആർക്കിടെക്ചർ ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ്, എന്താണ് അതിൻ്റെ പ്രത്യേകത, ഏതൊക്കെ ടൈപ്പിലുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ആർക്കിടെക്ചർ ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഒരു ഡിസൈനാണ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് എന്ന് നമുക്ക് പറയാം. ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഏജൻസിൻ്റെ ഒരു ഡിസൈനാണ്. എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഏജൻറ്റ് അതിൻ്റെ എൻവിറോൺമെൻറ്റിൽ നിന്ന് പെർസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആക്ഷൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് ഗോൾ അച്ചീവ് ചെയ്യുന്നത്, ഇത്രയും സ്റ്റെപ്പുകളുള്ള ഒരു ഡിസൈനെയാണ് നമ്മൾ ആർക്കിടെക്ചർ ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് എന്നോ സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് എന്നോ പറയുന്നത്. ഇത്തരം ഏജൻറ്റുകൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത്, റോബോട്ടിക്സിനകത്ത്, അതുപോലെ തന്നെ ഓട്ടോണോമസ് സിസ്റ്റത്തിനകത്ത്, ഇതിനകത്തൊക്കെ ഉള്ള ഒരു ഫണ്ടമെൻ്റൽ മാറ്റർ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ തിങ് ആണ് ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ആദ്യം തന്നെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്താണ് എന്നറിയാത്തവർക്കായിട്ട്, ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് എൻറ്റിറ്റിയാണ്. അതായത് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനൊന്നും ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന, ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ എൻവിറോൺമെൻറ്റിൽ നിന്നും സെൻസേഴ്സ് ത്രൂ കാര്യങ്ങൾ പെർസീവ് ചെയ്തെടുക്കാൻ കഴിയുന്നു. അതിനെന്ത് ചെയ്യാൻ കഴിയുന്നു, പെർസീവ് ചെയ്യാൻ കഴിയും. പെർസീവ് എന്ന് പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു, അനലൈസ് ചെയ്ത് അത് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെയാണ് മീനിങ്. അങ്ങനെ പെർസീവ് ചെയ്യാൻ കഴിയുന്നു. എന്നിട്ട് അതിന് ഇൻറ്റേർണലി തിങ്ക് ചെയ്യാനും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ കഴിയും. അതിനുള്ള രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് സം ലോജിക്കിൻ്റെ ബേസിൽ ഡിസിഷൻസ് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആക്ടിവിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എൻവിറോൺമെൻറ്റിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാൻ, റെസ്പോണ്ട് ചെയ്യാനൊക്കെ ഈ ഒരു സിസ്റ്റത്തിന് കഴിയുന്നു. അതേപോലെ തന്നെ ലേണിങ്ങിലൂടെയും ഫീഡ്ബാക്കിലൂടെയും പുതിയ പുതിയ നോളജുകൾ അഡാപ്റ്റ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും കഴിയുന്നു. ഇത്രയാണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആർക്കിടെക്ചർ ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സിലേക്ക് വരുമ്പോൾ പല ടൈപ്പിലുള്ള ആർക്കിടെക്ചേഴ്സ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തെടുക്കുന്നത്. മെയിനായിട്ട് നമുക്കൊരു 5 ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു 6 ടൈപ്പിൽ ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറൻ്റ്ലി എന്തെങ്കിലും പെർസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എതിരായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ പെർഫോം ചെയ്യും. ഹിസ്റ്ററിയിൽ എന്തൊക്കെയായിരുന്നു പെർസെപ്റ്റ്സ് എന്നൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താണ്, അതിനാണ് സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കറൻ്റ്ലി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിന് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. ഇതിനകത്ത് കണ്ടീഷൻ ആക്ഷൻ റൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈഫ് കണ്ടീഷൻ ദെൻ ആക്ഷൻ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു ആക്ഷൻ ചെയ്യുന്നു എന്ന് മാത്രമല്ലാതെ കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും ഇത് പോകത്തില്ല. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ സിമ്പിൾ ആയിരിക്കും. പക്ഷേ നെഗറ്റീവ് പറയുകയാണെങ്കിൽ കോംപ്ലെക്സ് എൻവിറോൺമെൻ്റ് ഒന്നും ഇതിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ വരുന്ന അടുത്ത ടൈപ്പാണ് മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഏജൻറ്റാണ്. ഇതിനകത്ത് ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ടാസ്കിൻ്റെ എന്താണോ ടാസ്ക് ഉള്ളത് അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിനനുസരിച്ച് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഈ മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റിന് കഴിയും. ഇത് കൂടുതൽ പവർഫുള്ളും ആണ്. അതുപോലെ തന്നെ സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ എഫിഷ്യൻറ്റും കൂടെയാണ്. അടുത്തത് ഗോൾ ബേസ്ഡ് ഏജൻ്റ് ആണ്. ഇത് സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻറ്റ്സ് ആണ്. ഇതിനകത്ത് സെർച്ച്, പ്ലാനിങ്, അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഗോൾ അച്ചീവ്മെൻറ്റിൻ്റെ ബേസിൽ ഫ്യൂച്ചർ ആക്ഷൻസ് എങ്ങനെയൊക്കെ വേണം എന്നും ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഗോൾ ബേസ്ഡ് ഏജൻറ്റിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ബെനിഫിറ്റ് പറയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആണ്, പക്ഷേ സ്ലോവർ ആണ്, കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസീവ് ആണ് ഇത്തരം ടൈപ്പിലുള്ള ഏജൻറ്റ്സ്. പിന്നെ വരുന്നത് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്സ് ആണ്.
ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സം യൂട്ടിലിറ്റി, എത്രത്തോളമാണ് ഇതിൻ്റെ ഔട്ട്കം വരുന്നത്, എത്രത്തോളം അത് ഈ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ എത്രത്തോളം ഇത് ബെസ്റ്റ് ആകും എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ യൂട്ടിലിറ്റി എത്രത്തോളമാണെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് ഡിസിഷൻസൊക്കെ എടുക്കുക. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ആക്ഷൻസൊക്കെ നടക്കുക. അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതിന് പകരം ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ ഫങ്ഷനിങ് ചെയ്യാം എന്നും കൂടെ ഈ യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കമ്പയർ മൾട്ടിപ്പിൾ ഡിസൈറബിൾ ഔട്ട്കംസ്. മൾട്ടിപ്പിൾ ഔട്ട്കംസ് കമ്പയർ ചെയ്തിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഡിസൈൻ ചെയ്യുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി അടുത്തതാണ് ലേണിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ലേണിംഗ് ഏജൻസിൻ്റെ ഒരു പ്രത്യേകത എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്തിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഏജൻറ്റുകളാണ്. ഇത് ഓവർ ടൈം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെർഫോമൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തെ കമ്പോണൻ്റാണ് ലേണിംഗ് എലമെൻറ്റ്, എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ക്രിട്ടിക് ഉണ്ട്, ഫീഡ്ബാക്ക് വെച്ചിട്ട് കുറച്ച് ഫീഡ്ബാക്സൊക്കെ ഗെറ്റ് ചെയ്യും, അതിലൂടെ തിരുത്തലുകളൊക്കെ വരുത്താൻ കഴിയും. അതായത് എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്യുന്ന അതേ ഐഡിയോളജി തന്നെയാണ്. പിന്നെ പെർഫോമൻസ് എലമെൻ്റ് ഉണ്ട്, ആക്ഷൻസൊക്കെ ചൂസ് ചെയ്യുന്നത് അതിലൂടെയാണ്. പിന്നെ പ്രോബ്ലം ജനറേറ്റർ ഉണ്ട്, ന്യൂ എക്സ്പീരിയൻസസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഈ പ്രോബ്ലം ജനറേറ്ററാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ലെയേർഡ് ആർക്കിടെക്ചറാണ്. ചില ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ഒക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഈ മേലെ പറഞ്ഞ മോഡൽസുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് വെച്ചിട്ടും എന്ത് ചെയ്യും, നമ്മളുടെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ റിയാക്റ്റീവ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് അത്തരം ഏജൻറ്റിലാണ്. പിന്നെ ഡെലിബറേറ്റീവ് ലെയർ ഉണ്ട്, അത് പ്ലാൻ ചെയ്യാനും ഡിസൈഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്ന ഏജൻറ്റുകളാണ്. പിന്നെ ലേണിംഗ് ലെയർ ഉണ്ട്, സ്ട്രാറ്റജീസൊക്കെ ഓവർ ടൈം വെച്ചിട്ട്, അതായത് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ കഴിയുന്ന ഏജൻറ്റ്സ്. ഇത്രയാണ് ആർക്കിടെക്ചർ ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം തന്നെ എന്താണ് ഈ ആർക്കിടെക്ചർ എന്ന് നമ്മൾ പറഞ്ഞു. സിമ്പിളാണ്. ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ, അതിൻ്റെ സ്റ്റെപ്പുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ആർക്കിടെക്ചർ ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറയുക. ഇത്തരം ഏജൻറ്റുകൾ നമ്മൾ മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തും റോബോട്ടിക്സിനകത്തും ഓട്ടോണമസ് സിസ്റ്റത്തിനകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് നമ്മൾ പറഞ്ഞു. ഇതൊരു ഓട്ടോണമസ് എൻറ്റിറ്റിയാണ്, ഹ്യൂമൺ ഇൻ്റർവെൻഷൻ ഇല്ലാതെ സെൽഫായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസോ സിസ്റ്റമോ ആണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, പെർസീവ് ചെയ്യാൻ കഴിയും, തിങ്ക് ചെയ്യാൻ കഴിയും, പ്ലാൻ ചെയ്യാൻ, ആക്ട് ചെയ്യാൻ, അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഇതിന് കഴിയും. പിന്നെ അടുത്തത് ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ ടൈപ്പിലുണ്ട് നമ്മൾ പറഞ്ഞു. സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ്സ്, പിന്നെ മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റ്സ്, ഗോൾ ബേസ്ഡ് ഏജൻറ്റ്സ്, ദെൻ യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്സ്, ദെൻ ലേണിംഗ് ഏജൻറ്റ്സ്, ലെയേർഡ് ഏജൻറ്റ് ആർക്കിടെക്ചർ. ഇത്രയും ടൈപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.